ഹലോ ഗൈസ്, എൻ്റെ പേര് ഫിൽവിൻ. ഞാൻ ഇന്ന് ഈ ചാനൽ ഇവിടെ തുടങ്ങിയതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് സീറോ നിന്ന് ഈ കാണുന്ന ഈ ഒരു പൊസിഷനിൽ ഞാൻ എത്തിയത്. ഞാൻ ഇന്നേക്ക് UAE വന്നിട്ട് ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞു. ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന ഫെയിലിയർ, എങ്ങനെയാണ് ഞാൻ സക്സസ്സിലേക്ക് എത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്തത്, എന്തൊക്കെയും ചെയ്താലാണ് UAE പിടിച്ചു നിൽക്കുക, ഇവിടുത്തെ എക്സ്പെൻസസ്, ഇവിടെ എങ്ങനെ ക്യാഷ് സേവ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിന്ന് ഈ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ച് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ 2020 ഞാൻ UAE ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ പറഞ്ഞത്, അതും ഒക്ടോബർ 20 ഞാനിവിടെ UAE ആദ്യമായിട്ട് കാലുകുത്തുന്നത്. സോ ഇതിനു മുമ്പ് UAE എന്താണെന്നോ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ എത്ര നാൾ കേരളത്തിൽ തന്നെ നിന്നിട്ട് ഒരു ചേഞ്ച്, പെട്ടെന്ന് കേരളത്തിന് പുറത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോണ്, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് ഞാൻ UAE വരുന്ന ടൈമിൽ. ഇവിടെ വരുമ്പോൾ എനിക്ക് ജോബ് എന്ന് പറയാനായിട്ട് എൻ്റെ ബ്രദറിൻ്റെ അവിടെ റിസപ്ഷനിസ്റ്റായിട്ടാണ് ഞാൻ ജോബിന് ജോയിൻ ചെയ്യണത് തന്നെ. അവർ തന്നെയാണ് എനിക്ക് ഓഫർ തന്നത് UAE ജോയിൻ ആക്കാൻ പറഞ്ഞു. സോ ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്നെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് അപ്പൻ, അമ്മ, അനിയൻ, ഇത്രയും പേരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ വണ്ടിയിലാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് തന്നെ. സോ ആ ടൈമിൽ വരുമ്പോൾ ഇവിടെ എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ വേണം, എത്ര രൂപ നമ്മുടെ കയ്യിൽ വെക്കണം, ഇവിടെ എത്ര രൂപ ഉണ്ടായാലാണ് ജീവിക്കാൻ പറ്റുക, ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഷോപ്പിങ്സ് കാര്യങ്ങൾ നടത്തിയായിരുന്നു. അതിനുശേഷം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇവിടേക്ക് വരണ സമയത്ത് അപ്പൻ എൻ്റെ കയ്യിലൊരു 3000 ഇന്ത്യൻ റുപ്പീസാണ് തന്നെ. ആകെ ഫസ്റ്റ് ടൈം UAE വരുന്നവർക്ക് 3000 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു എമൗണ്ടാണ്. ബട്ട് എനിക്ക് എൻ്റെ അപ്പൻ തന്നത് വെറും നാട്ടിലെ 3000 INR. അന്ന് എനിക്ക് UAE 3000 രൂപ, ഇന്ത്യൻ 3000 രൂപ എന്ന് പറയുന്നത് UAE എത്ര ദർഹംസ് ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ കസിൻസിനെ വിശ്വസിച്ചാണ് ഞാൻ മെയിൻലി ഇവിടേക്ക് വന്നത് തന്നെ. സോ ആ 3000 രൂപ തന്നതിൽ അന്ന് കൊറോണ ടൈമായിരുന്നു കേട്ടോ. ആ കൊറോണ ടൈമിൽ അവരുടെ ടെസ്റ്റിങ് കാര്യങ്ങളൊന്നും പറഞ്ഞ് എനിക്ക് എയർപോർട്ടിൽ ഒരു 1800 റുപ്പീസ് അപ്പം തന്നെ പോയി. പിന്നെ ബാലൻസ് ഉള്ള 1200 സംതിങ് എൻ്റെ കയ്യിൽ ആകെ ഉള്ളൂ. ഞാൻ ആ ക്യാഷും കൊണ്ട് ഞാൻ UAE വരണത് തന്നെ. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി ഓൾമോസ്റ്റ് ഒരു 3.5 hour ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനിവിടെ ഇറങ്ങി. എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ കസിൻസ് വന്നു. സോ കസിൻ്റെ കൂടെ ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് ഡേ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ അവരുടെ കമ്പനി അക്കോമഡേഷനിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റെ കയ്യിലൊരു 200 ദിർഹംസ് എനിക്ക് വെച്ചു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് UAE നോട്ട് കാണുന്നത് തന്നെ. സോ 200 ദിർഹംസ് കിട്ടി. ഞാനത് അങ്ങനെ തന്നെ എൻ്റെ പേഴ്സിൽ മടക്കി അങ്ങോട്ട് വെച്ചു വിട്ടു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വിശക്കുണ്ട്, ഞാൻ ഫുഡ് കഴിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ, നമുക്കൊന്ന് ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്കൊരു ബിരിയാണി, ചിക്കൻ ബിരിയാണി മതി. അപ്പോൾ അവനും ഒരു ചിക്കൻ ബിരിയാണി തന്നെ ഐ തിങ്ക് അവൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. ഫുഡ് വന്നിട്ട് 20 ദിർഹംസ് എന്ന് പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ 10 ദിർഹംസ് ഞാൻ കണ്ടിട്ടില്ല, 20 ദിർഹംസ് കണ്ടിട്ടില്ല, 5 ദിർഹംസ് കണ്ടിട്ടില്ല. ഫിൽസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ആകെ എനിക്ക് ചേട്ടൻ തന്ന ഈ 200 റുപ്പീസും അപ്പം തന്ന 1200 രൂപ. അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ദിർഹംസ്, ഇതൊന്നും എനിക്കറിയില്ല, ഈ 200 ഞാൻ നിനക്ക് തരാം, നീ എനിക്കത് ചേഞ്ച് ആക്കി തായോ. അപ്പോൾ അവൻ പറഞ്ഞു, എടാ നീ അത് അവർക്ക് കൊടുത്താൽ മതി, അവരത് ചേഞ്ച് ആക്കി തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 200 ദിർഹംസ് അവർക്ക് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഫുഡിൻ്റെ 20 ദിർഹംസ് കഴിച്ച് ബാക്കി 180 ദിർഹംസ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ UAE നോട്ടുകൾ കാണുന്നത് തന്നെ. കാരണം അതിനകത്ത് 5 ദിർഹംസ് ഉണ്ടായിരുന്നു, ചില്ലറകൾ കുറച്ച് വന്നിരുന്നു, 1 ദിർഹംസ്, പിന്നെ 50 ഫിൽസ്, 25 ഫിൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നിരുന്നു, പിന്നെ 10 ദിർഹംസ്, 20 ദിർഹംസ്, അങ്ങനെയാണ് അതിനകത്ത് നോട്ടുകൾ വന്നത്. അങ്ങനെ ഞാൻ ഒന്നാണ് ഈ 10 ദിർഹംസ്, 20 അങ്ങനെയുള്ള നോട്ടുകൾ കാണുന്നത് തന്നെ. സോ ഫസ്റ്റ് ടൈം ആ നോട്ടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ മൈൻഡിലൊരു എക്സൈറ്റ്മെൻറ്റ്, അടിപൊളി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവീനോട് പറഞ്ഞിട്ട്, നവീനെ എൻ്റെ കയ്യിലൊരു 1200 രൂപയുണ്ട്. അവൻ ചോദിച്ചു, നീ 1200 രൂപയും കൊണ്ടാണ് UAE വന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ക്യാഷ് കാര്യങ്ങൾ അറിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് നാട്ടിലൊരു 1000 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആയിരുന്നു.
കാരണം ഞാൻ ഫസ്റ്റ് ടൈം യു എയിൽ വരുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ അവനാണ് എനിക്ക് ഓരോന്ന് പറഞ്ഞത്. എടാ, ഇവിടെ നീ നിൻ്റെ കസിൻ്റെ കൂടെ വന്നതുകൊണ്ട് നിനക്ക് റൂം റെൻ്റ് അറിയണ്ട, നിനക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കറക്റ്റ് കാര്യങ്ങൾ പോകും, വെള്ളത്തിൻ്റെ കാശ് അറിയണ്ട, ഇലക്ട്രിസിറ്റിയുടെ ബില്ല് ഇതൊന്നും അറിയണ്ട. ബട്ട് നീ ഇൻഡിവിജ്വലായിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നീ വന്ന കാശ് കൊണ്ട് നിനക്ക് 1 ഡേ പോയിട്ട് ഒരു 3 അവർ പോലും യു എയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ അന്നാ പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ ട്രൂ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1200 രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു 50 ഇപ്പോഴത്തെ എമൗണ്ട് വെച്ചിട്ട് ഒരു 50 ദിർഹംസ് ഉണ്ടാവുള്ളൂ. 1 ഡേ ഒരു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് 10 ദിർഹംസ് സ്പെൻഡ് വരും. ഒരു 3 ടൈം ഫുഡ് കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഈ പറയുന്ന 1200 ഇന്ത്യൻ റുപ്പീസ് തീർന്നു. പിന്നെ നമുക്ക് റൂം അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതെയായി പോകും. ഇവിടെ മെയിൻലി സംഭവിക്കുന്നത് ഫസ്റ്റ് ടൈം യു എയിൽ വരുന്ന ആൾക്കാർ ഒരു 30,000 അല്ലെങ്കിൽ ഒരു 50,000 രൂപ അവർ ദിർഹംസ് ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് റൂം റെൻറ്റ്, ഫുഡ് ഇങ്ങനെ ചിലവാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ക്യാഷ് മൊത്തത്തിൽ തീരാം. സോ ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ എക്സ്പെൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഇവിടുത്തെ 6 ഇയർ എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മളിവിടെ യു എയിൽ വരുന്നതിന് മുന്നേ യു എ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം യു എ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിലെ കുറേ വീഡിയോസും കുറേ സംഭവങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. അതിൽ പറയണത് പകുതി സത്യം പകുതി നുണയും. എന്താണ് യു എ, എങ്ങനെയാണ് നമ്മൾ എക്സ്പെൻസസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് കാശ് സ്പെൻഡ് ആവണമെന്നുള്ളത് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം. അത് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ സർവൈവ് ചെയ്യാൻ പാടും. പണ്ട് എൻ്റെ വീട്ടുകാർ പറയാറുണ്ട്, ഗൾഫിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ രക്ഷപ്പെടില്ല ജീവിതത്തിൽ. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല യൂറോപ്യൻ കൺട്രീസിൽ പോകും, ജർമ്മനി പോകും, അമേരിക്ക പോകും, അതല്ലെങ്കിൽ പാരീസിൽ പോകും, അവിടെ ഇവിടേക്കോ പോകും, എന്നാലേ രക്ഷപ്പെടൂ. ആ പറയുന്നവരോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ഗൾഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന അത്ര നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കൺട്രി. പിന്നെ നിങ്ങൾ അമേരിക്കയിലോ UK-ലോ കാനഡയിലോ എവിടെ പോയാലും നിങ്ങൾക്ക് അവിടെ ടാക്സ് കൊടുക്കണം. അവരുടെ ഓരോരോ സാധനങ്ങൾക്ക് ഓരോരോ ടാക്സുകൾ നമ്മൾ പേ ചെയ്യണം. യു എയിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഒറ്റൊരു ടാക്സ്, വാറ്റ്, അതും 5%. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാഷ് സേവ് ചെയ്യാം. നിങ്ങളൊരു 1200 ദിർഹംസിന് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1200 ദിർഹംസ് നാട്ടിലേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വെറും 5% ടാക്സ് പോകുന്നുള്ളൂ. ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് നാട്ടിൽ സുന്ദരമായിട്ട് എത്തും. പക്ഷേ നിങ്ങൾക്ക് സ്പെൻഡ് വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് റൂമ്, ഫുഡ്, അങ്ങനെയുള്ള ചെറിയ എക്സ്പെൻസുകളാണ്. ആക്ച്വലി യു എ കിടു സ്ഥലം, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു പ്ലേസാണ്. അന്ന് 1200 രൂപയിൽ തുടങ്ങി ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു പൊസിഷനിലും അത്യാവശ്യം നല്ലൊരു സേവിങ്സും കാര്യങ്ങളിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ കുറേ ഇൻസിഡൻസ് ഉണ്ടായി. ബട്ട് ആ ഒരു ഇൻസിഡൻസിൽ നിന്ന് ഞാൻ കരകയറി വന്ന ഒരാളാണ്. ഇവിടെ കടന്ന് മരിച്ചാലോ എന്നുള്ളൊരു മൊമെൻറ്റിൽ നിന്ന് റിക്കവറായി വന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ നിന്ന് ഞാൻ റിക്കവറായത്. എൻ്റെ ആ ഒരു സിറ്റുവേഷൻ നോർമൽ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ മേ ബി അവരിവിടെ സൂയിസൈഡ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ അവർ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ പോകും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിന്നു. അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇന്ന് ഈ കാണുന്ന ഒരു പൊസിഷനിലും ഈ കാണുന്ന സേവിങ്സും ഈ കാണുന്ന ഒരു ലൈഫിലേക്ക് ഞാൻ എത്തിയത്. ഇതെത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഹാർഡ് വർക്ക് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ലോലി ഞാൻ പറഞ്ഞു തരാം.